ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ലീവൊക്കെ കഴിഞ്ഞു. ഹൈദരാബാദിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ലഗേജാണ്. ഇതെൻ്റെ അച്ഛൻ. ഞാൻ അച്ഛനും കൂടി ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 9:30 ഞാൻ ട്രെയിനിൽ കയറി. സീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏതൊരു കണ്ട സീറ്റിലാണ് കയറിയിരിക്കുന്നത്. ഇതെനിക്ക് ഒരു കുട്ടി തന്ന സീറ്റാണ്. അവർ കുറേ പിള്ളേരുണ്ടായിരുന്നു. ഇതാണ് അവരുടെ ലിസ്റ്റ്. അതിൽ ഒരു കൊച്ച് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ സീറ്റാണ് എനിക്ക് തന്നത്. എനിക്കങ്ങനെ ദാനമായി കിട്ടിയ സീറ്റിൽ ഞാൻ കയറിയിരുന്ന് വരികയാണ്. സീറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് യാത്ര ചെയ്യാൻ പേടിയായിരുന്നു. കാരണം എവിടെ ഇരിക്കണമെന്നും അറിയത്തില്ലായിരുന്നു. സാറിൻ്റെ സീറ്റിൽ നമുക്ക് ഫൈൻ അടയ്ക്കേണ്ടതും പിന്നെ ലോക്കലിൽ പോകേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടികൾ കാരണം എനിക്ക് അങ്ങനത്തെ അവസ്ഥകളൊന്നും വന്നില്ല. കുട്ടിയുടെ സീറ്റ് തന്നുകൊണ്ട് ഞാൻ സുഖമായി യാത്ര ചെയ്തു. ഞാൻ ഉച്ചയായപ്പോഴത്തേക്കും അമ്മ രാവിലെ പൊന്നിക്കിട്ടുന്ന ചോറൊക്കെ കഴിച്ചു. മെഴുക്കുരട്ടിയും ചമ്മന്തിയും മീൻ വറുത്തതും ആയിരുന്നു. അതൊക്കെ കഴിച്ചു. അമ്മ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു താങ്ക് യു പറയണേ. ഫുള്ള് ചോറ് കഴിച്ചു. അങ്ങനെ ചോറൊക്കെ കഴിച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് ഒരു ഉറക്കം പാസ്സാക്കിയാലോ. അങ്ങനെ മണ്ടയ്ക്ക് കയറി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. അപ്പം ശരി, ഞാൻ ഉറങ്ങിയിട്ടൊക്കെ വരാം. ഗുഡ് ബൈ. ബൈ ഗൈസ്. ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു 5:30 ആയി കാണും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സീറ്റ് ഇരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ രാത്രി ഒരു 7 മണി 7:30 ആയി കാണും. അമ്മ എന്നെ പ്രത്യേകം വിളിച്ച് പറഞ്ഞു, മോനെ ഇത് ചീത്തയാവും, വേഗം എടുത്ത് കഴിക്കാൻ. അങ്ങനെ അതേ സെയിം കറികളൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു. ചോറും മീൻ വറുത്തതും ചമ്മന്തിയൊക്കെ അങ്ങനെ അതൊക്കെ കഴിച്ചു. രാവിലെയായി. ഇത് രാവിലെയുള്ളൊരു വ്യൂ ആണ്. രാവിലെ എണീറ്റ് പല്ലൊക്കെ തീരെ സന്തോഷത്തിലാണ്. ഞാൻ എപ്പോഴും പല്ല് തേക്കാറി AC എടുത്തുണ്ട്. കാരണം എൻ്റെ S2 ആയതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ AC കമ്പാർട്ട്മെൻറ്റാണ്. അവിടുത്തെ പൈപ്പ് കൊള്ളാം. ഞാൻ ചുമ്മാ തിരിച്ച് കഴിഞ്ഞാൽ വരും. എനിക്ക് പിടിക്കേണ്ട കാര്യമില്ല. രാവിലെ 9 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ആപ്പിൾ എടുത്ത് കഴിച്ചു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. വഴിയിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഈശ്വരൻ കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാതെ തട്ടാതെ മുട്ടാതെ അങ്ങ് പോയി. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ഏത്തക്ക ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഞാൻ ഒരു ഏത്തയ്ക്കും ഒരു ആപ്പിളോ കഴിച്ചത്. ഇങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ സന്തോഷിച്ച് വെളിയിൽ യാത്രയൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ട്രെയിൻ 4 മണിക്കൂർ ഡിലേ ആണ്. അതായത് 12:30 സെക്കൻഡറാബാദ് എത്തേണ്ട ട്രെയിൻ ഇവിടെ 4 മണിക്ക് സെക്കൻഡറാബാദ് എത്തത്തുള്ളൂ. കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൂടെയുള്ള ആൾക്കാരെയൊക്കെ ഭയങ്കര കൂളായിട്ടിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ആ പേടി എൻ്റെ പോയി. എന്തായാലും ആ സമയത്തല്ലേ എത്തത്തുള്ളൂ, പിന്നെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ചെറിയ പുറത്തൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഇതാണ് ട്രാൻസിറ്റേഴ്സ്. നമുക്ക് ഈ ട്രെയിനൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാം. ഇവർ ഈ ബോയ്സിനൊക്കെ എടുത്ത് പൈസ ചോദിക്കും. ഗേൾസിനോട് വലിയ ശല്യമൊന്നുമില്ല. ബോയ്സിൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ പൈസയൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ എന്തായാലും കുറേ സമയമൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ കണ്ട് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 4 മണിക്കല്ലേ എത്തത്തുള്ളൂ. ഉള്ള നേരം നന്നായിട്ടൊക്കെ പോകാമെന്ന് വെച്ചു. ഉച്ചയ്ക്ക് ആയപ്പോൾ ഞാൻ ചിപ്സ് മേടിച്ചു. പക്ഷേ ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു. പിന്നെ അടുത്തിരുന്നൊരു ആൻറ്റി ഒരു പഴം തന്നു. ആ പഴമാണ് ഞാൻ കഴിച്ചത്. അങ്ങനെ അതാ കുറേ നേരം കഴിഞ്ഞ് ഒരു 4:20 ആയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ എത്തി. സെക്കന്ദരാബാദ് എത്തി. നല്ല ഭാരമായതുകൊണ്ട് ഞാൻ അവിടെ പകുതി പൊക്കിയിട്ടാണ് നിൽക്കുമായിരുന്നു. അപ്പോഴൊരു കൂലിയെ കണ്ടത്. ആളിൻ്റെ 50 രൂപ മേടിച്ചുള്ളായിരുന്നു. എങ്കിലും ലഗേജ് എനിക്ക് അധികം പൊക്കേണ്ടി വന്നില്ലായിരുന്നു. കാരണം ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ എന്നെ ആ ടിക്കറ്റ് എന്ന് സഹായിച്ച പിള്ളേർ ഞാൻ കണ്ടു. അപ്പോൾ പിള്ളേർ കുറച്ച് പൊക്കിയിട്ട് എനിക്ക് അധികം പൊക്കേണ്ട വന്നില്ല. അങ്ങനെ പട്ടാഞ്ചേരിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ബസ്സിൽ കയറി. പക്ഷേ ഭയങ്കര ബ്ലോക്കായിരുന്നു, കണ്ടില്ലേ? നല്ല ഡിലേ ആയിരുന്നു. 5:30 ഇപ്പോൾ GSM-1 ഫ്രണ്ട് എത്തിയുള്ളായിരുന്നു. അത്ര ഡിലേ ആയിരുന്നു. കാരണം വഴി 4-5 ബ്ലോക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പട്ടാഞ്ചേരിയിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടി ഒരു ഓട്ടോ വിളിച്ചു. കയ്യിൽ ഇരിക്കുന്നുണ്ടല്ലോ ഒരു ആപ്പിളും ഒരു ബനാനയായിരുന്നു ഞാൻ മേടിച്ചത്. അത് 2 ഞാൻ കഴിച്ചു. അങ്ങനെ 6:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതാ ഹോസ്റ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ കാണുന്നുണ്ട് ഗൈസ്. 6:30 കഴിഞ്ഞപ്പോൾ തന്നെ ഹോസ്റ്റലിൽ വന്ന് ചേർന്നു. കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അപ്പുക്കുട്ടനെ എടുത്തു. അപ്പുക്കുട്ടനെ അവിടെ വെച്ചിട്ടായിരുന്നു പോയത്. ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്ത യാത്രയായിരുന്നു. എങ്കിലും ദൈവം കൂടിയുകൊണ്ട് എല്ലാം ഭംഗിയായി നടന്നു. എനിക്ക് ബൈ ഗൈസ്, സീ യു ലേറ്റർ.